അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടുത്തെ ചർച്ചാ വിഷയം യാത്രക്കാരന്റെ കിബില എന്നുള്ള വിഷയമാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ, നിസ്കാരത്തിന്റെ നിബന്ധനകളിലെ അഞ്ചാമത്തെ നിബന്ധനയാണ് ഖിബിലയിലേക്ക് മുന്നിടുക എന്നുള്ളത്. ഈ ഖിബിലയിലേക്ക് മുന്നിടുക എന്ന് വെച്ചാൽ ഈ ഖിബില തന്നെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഐനുൽ ഖിബിലയിലേക്ക് മുന്നിടൽ, രണ്ട് ജിഹത്തുൽ ഖിബില. ജിഹത്തുൽ ഖിബില എന്ന് വെച്ചാൽ ആ ഖിബിലയുടെ ഭാഗത്തേക്ക് മുന്നിട്ടുകൊണ്ട് ഒരു വ്യക്തി നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ നിസ്കാരം സ്വഹിയാകുമെന്നാണ്. ഐനുൽ ഖിബില എന്ന് വെച്ചാൽ ആ ഖിബിലയുടെ ആ ഖിബിലയുടെ നേർരേഖയിലേക്ക് തന്നെ വെച്ച് നിസ്കരിച്ചാലേ അവന്റെ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. ഇങ്ങനെയുള്ളതിനേക്കാണ് ഐനുൽ ഖിബില എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ഷാഫിഈ മദ്ഹബ് പ്രകാരം ഒരു വ്യക്തി നമസ്കരിക്കുകയാണെങ്കിൽ അവൻ ഐനുൽ ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിച്ചാൽ മാത്രമേ അവന്റെ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഖിബിലയിലേക്ക് മുന്നിടൽ നിബന്ധനയായിട്ട് വരുന്നില്ല. അങ്ങനെയുള്ള രണ്ട് അവസരങ്ങളുണ്ട്. ഒന്ന്, ശക്തമായ പേടിയുള്ളവന്റെ നിസ്കാരം, അതായത് ശത്രുവിനെ പേടിച്ചുകൊണ്ട് ഓടുന്നവനോ അല്ലെങ്കിൽ മഴവെള്ളപ്പാച്ചിൽ പോലോത്തതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നവനോ ഇവനൊക്കെ കിബിലയിലേക്ക് മുന്നിടൽ നിബന്ധനയില്ല, നിർബന്ധമില്ല. രണ്ടാമത്തത്, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കരിക്കുന്നവനേക്കും കിബിലയിലേക്ക് മുന്നിടൽ നിർബന്ധമില്ല. എന്നാൽ യാത്രയിൽ ഫർള് നിസ്കരിക്കുന്നവനാണെങ്കിൽ, ഹലാലായ നിലക്കുള്ള യാത്രയിൽ ഫർള് നമസ്കരിക്കുന്നവനാണെങ്കിൽ അവനിക്ക് ഖിബിലയിലേക്ക് മുന്നിടൽ നിർബന്ധം തന്നെയാണ്. നാം പറഞ്ഞു ഹലാലായ നിലയ്ക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവനിക്ക് ഖിബിലയിലേക്ക് മുന്നിൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ആ യാത്രയെ സുന്നത്തായ നിലക്കുള്ള, സുന്നത്തായി നിസ്കരിക്കുന്നതായ ആ ഹലാലായ യാത്രയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ആ യാത്ര തന്നെ ഒന്നുകിൽ അവൻ നടന്നുകൊണ്ടായിരിക്കും യാത്ര ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തത് വാഹനത്തിൽ കയറിയായിരിക്കും യാത്ര ചെയ്യുക. ഇവൻ നടന്നുകൊണ്ടാണ് യാത്ര ചെയ്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് എങ്കിൽ അവിടെ റുകൂഉം സുജൂദിലും തക്ബീറത്തുൽ ഇഹ്റാമിലും രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും അവൻ കിബിലയിലേക്ക് മുന്നിൽ നിർബന്ധമാണ്. മാത്രമല്ല റുകൂഉം സുജൂദും പരിപൂർണമായിട്ട് നിസ്കരിക്കുകയും വേണം. രണ്ടാമത്തെ രൂപമാണ് അവൻ വാഹനത്തിൽ സഞ്ചരിക്കുന്നവനാവുക എന്നുള്ളത്. അവൻ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് സുന്നത്ത് നമസ്കരിക്കുന്നത് എങ്കിൽ അവിടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മാത്രമേ ഖിബിലയിലേക്ക് മുന്നിടൽ നിർബന്ധമുള്ളൂ. മറ്റുള്ള അവസരങ്ങളിൽ ഖിബിലയിലേക്ക് മുന്നിടൽ നിർബന്ധമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെയൊക്കെയും സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യം, ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതായ വ്യക്തിയാണെങ്കിൽ അവനിക്ക് അവന്റെ ഖിബിലയായി പരിഗണിക്കുക എന്നുള്ളത്, അവൻ പോകുന്നതായ ആ ഭാഗമാണ് അവന്റെ ഖിബിലയായിട്ട് പരിഗണിക്കുക എന്നുള്ളത്. നേരെ മറിച്ച് ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണ്, ആ ഭാഗത്തെയും വിട്ട് ഖിബിലയല്ലാത്ത മറ്റൊരു ഭാഗത്തേക്ക് അവൻ തിരിയുകയാണെങ്കിൽ അവന്റെ നിസ്കാരം സ്വഹീഹല്ല. അതായത് ഞാൻ ഈ ഭാഗത്തേക്കാണ് യാത്ര പോകുന്നത് എന്ന് വെക്കുക. ഈ ഭാഗത്തേക്കാണ് ഞാൻ യാത്ര പോകുന്നത് എങ്കിൽ ഞാൻ ഈ ഭാഗത്തെയും വിട്ട് എന്റെ നേരെയുള്ള ഖിബിലയല്ലാത്ത ഭാഗത്തേക്ക് ഞാൻ തെറ്റുകയാണെങ്കിൽ എന്റെ നിസ്കാരം സ്വഹീഹാവുക ഇല്ല. ഇനി ഒരാൾക്ക് പരിപൂർണമായ നിലക്കും ഖിബിലക്ക് മുന്നിടാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ പോകുന്ന ഭാഗത്തേക്കാണ് ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കേണ്ടത്. എന്നാൽ നമുക്കൊക്കെ വരാറുള്ളതായ ഒരു ചോദ്യമാണ്, ട്രെയിൻ പോലത്തതായ വാഹനങ്ങളാണെങ്കിൽ നേരെ തിരിച്ചും സീറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, എന്നാൽ അവൻ അവിടെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ചോദ്യമൊക്കെ ഉണ്ടാകും. എന്നാൽ ഇവിടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സീറ്റുകളുള്ളതായ വാഹനങ്ങളാണെങ്കിൽ അവിടെ പ്രശ്നമില്ല എന്നുള്ളതാണ് മസ്അല. ഈ വിഷയം ബുശ്റുൽ കരീമിൽ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വരുന്ന മറ്റൊരു സംശയമാണ്, സ്റ്റോപ്പില്ലാത്ത, നിർത്താതെ യാത്ര ചെയ്യുന്നതായ വാഹനത്തിലാണ് ഒരാൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ അവൻ അവിടെ എങ്ങനെയാണ് ഫർള് നിസ്കരിക്കുക എന്നുള്ളത്.
ഇവിടെ നമുക്ക് രണ്ട് രൂപമായിട്ട് ഇതിനെ തരംതിരിക്കാവുന്നതാണ്. അതായത് ഫർള് നിസ്കാരമാണ് ഒരാൾ നിസ്കാരം ഉദ്ദേശിക്കുന്നത്, അവൻ തന്നെ യാത്ര പോകുന്നത് നിർത്താതെ സ്റ്റോപ്പില്ലാതെ പോകുന്നതായ വാഹനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഒന്നാമത്തത്, ഇവൻ യാത്ര പോകുന്നത് കാറിലോ അല്ലെങ്കിൽ ബസ് പോലത്തതായ വാഹനമാണെങ്കിൽ അതാണ് ഒന്നാമത്തെ മസല. രണ്ടാമത്തെ ഇനം, അവൻ പോകുന്നത് കപ്പൽ പോലത്ത അല്ലെങ്കിൽ ട്രെയിന് പോലത്ത വാഹനങ്ങളിലാണെങ്കിൽ അവിടെയാണ് രണ്ടാം മസല. അവൻ എന്ത് ചെയ്യണം? കാറ് പോലത്ത അല്ലെങ്കിൽ ബസ് പോലത്ത വാഹനങ്ങളിലാണ് അവൻ യാത്ര ചെയ്യുന്നത് എങ്കിൽ അവൻ കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിച്ചാലും അവന്റെ നിസ്കാരം സ്വഹിയാവുന്നതല്ല. കാരണം അവന്റെ ആ വാഹനത്തിന്റെ അനക്കം അവന്റെ അനക്കമായി കൂട്ടുകയും അവന്റെ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. രണ്ടാമത്തെ രൂപം ട്രെയിന് പോലത്ത വാഹനങ്ങളിലാണ് അവൻ യാത്ര ചെയ്യുന്നത് എങ്കിൽ അവിടെ അവന്റെ നിസ്കാരം, അതിൽ വെച്ചുള്ള അവന്റെ നിസ്കാരം സ്വഹിഹാവുകയും